മല്ലിയേ ആ കൊട്ടുപടി എവിടെയാണ്? കൊട്ടുപടി അവിടെ എങ്ങാനും കാണും. ആ കട്ടിലെ കാലൊക്കെ ആകെ ആടി കിടക്കാണ്. അത് കണ്ടിട്ട് നോക്കി കണ്ടല്ലേ കാണാനില്ല. അതെ ഒരു വിശേഷമുണ്ട്. വിശേഷോ? ആ ശരി, അപ്പൊ നീയല്ലേ പറഞ്ഞു കുട്ടികളൊക്കെ വലുതായിട്ട് മതി ഒന്നും കൂടി. എനിക്കല്ല, പിന്നെ റസിക്ക് വിശേഷമുണ്ട് മനുഷ്യ. നീ ആ കൊട്ടുപടി എടുത്തു തന്നെ ഞാൻ അടുത്തുതരാം. ചെങ്കടന്നെ ഈ പിടിച്ചു വലിച്ച് കൊണ്ടോണ്ട രസ കുട്ടിയായി. എന്താണിത്? അവർക്ക് എന്താ തോന്നുക? നിങ്ങൾ അവിടെ നിന്ന് എന്ത് കഥ പറയായിരുന്നു? എന്ത് പറഞ്ഞ? നിങ്ങളെല്ലാം പറഞ്ഞു. പറയാനൊന്നുമില്ല, അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ അറിയാം? അവരറിഞ്ഞിട്ടുണ്ട്. അതന്നെ അവര് എന്നോട് ചോദിക്കുമ്പോ പിന്നെ എനിക്ക് പൊട്ടന്റെ വഴി നിൽക്കാൻ പറ്റുമോ? ഇതാണ് ഇക്കാന്റെ കൊഴപ്പം. ഇതാണ് എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അത് നാട് മുഴുവൻ പറഞ്ഞിടും. എടി ഞാൻ പറഞ്ഞല്ല, എന്നോട് ചോദിക്കുമ്പോ പിന്നെ ഞാൻ എന്തെന്നാ പറഞ്ഞത്? എന്നോട് ചോദിക്കും ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്? ആ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിച്ച് വല്ല ബിപിയും കൂടി ഞാൻ അവിടെ വല്ലയിടത്തും വീഴും. മിണ്ടാണ്ടിക്ക്. ഈ സമയത്ത് ബി പി ഇതൊന്നും വരാൻ പാടില്ല. പിന്നെ അല്ലാതെ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞാണ് ബിരിയാണിന്റെ സാധനങ്ങൾ മേടിച്ച് വേഗം വരണമെന്ന്. ബിരിയാണിന്റെ സാധനങ്ങളല്ലേ ഇപ്പൊ ഇത് വാങ്ങിയക്കളൊക്കെ ഇതാ നോക്കിച്ച്. ഒന്നും ഞാൻ തെറ്റിച്ചില്ല. ഇതാണ്ടോ ബിരിയാണി കിറ്റാണിത്. ഇനി ഒരു സാധനം ഇല്ല മിക്സ് ചെയ്യേണ്ടത്. അങ്ങോട്ട് വെള്ളം തിളപ്പിച്ച അയൽക്കാട്ട ബിരിയാണിയാ. കണ്ടോ ചിക്കൻ ചിക്കൻ ഒന്നാം തരം നാടൻ ചിക്കൻ. ഞാൻ ബ്രോയിലർ മേടിക്കണ്. അസല അങ്ങോട്ട് കൈ അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അല്ല ഒന്നാം തരം ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയാളി. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? ഈ ബിരിയാണിന്റെ കാര്യമെങ്കിലും പോയിട്ട് അവിടെ പറയരുത്. പറയണൊന്നുമില്ല. എന്താ നിങ്ങൾ പറഞ്ഞ ഒരു പ്രയാസമായിരിക്കും. എന്ത് പ്രയാസം? അല്ല, എന്റെ ഉപ്പ ഇന്നൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. എല്ലാരും മരിച്ചു പോയിപ്പോ. അതല്ല ഇവിടെ ഉണ്ട്. ഒരു പീടി ചോറ് അതിന് കൊടുത്ത പടച്ചോൻ ഭാഗത്തൊന്ന് കൂലി കിട്ടും. അല്ലാണ്ട് എന്താണ്? അതും കൊയിച്ച് ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു ഇടങ്ങറ്. എന്ത് ഇടങ്ങേറ്? ഒരിടങ്ങേറും ഇല്ല. നിങ്ങളിതാ ബിരിയാണിന്റെ കാര്യമൊന്നും പോയി പറയുകയും ചെയ്യരുത്. ഞാൻ കൊടുക്കയില്ല. ഇവിടെ സന്തോഷമുള്ള ഒരു കാര്യം വരുമ്പോ നിങ്ങൾ ഇനി പായ് വെച്ചിട്ട് ഇനി മനസ്സിങ്ങനെ പ്രയാസപ്പെടുത്തല്ലേ? അതന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങളായിട്ട് ഇന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന്. ഇല്ല, ഇതിപ്പോ ഈ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് എന്തോ സന്തോഷാണോ സങ്കടാണോ ഇതിപ്പോ ആരോടാ പറയാ? നിങ്ങളാണെങ്കി ഇവിടെ ഇല്ല. ഞാൻ അതല്ലേ വേഗം നിങ്ങളെ ഫോണിൽ വിളിച്ചത്. ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. എന്താക്കി ചെയ്യേണ്ടത്? കടയിലും ഇരിക്കാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്നില്ല. ആകെ ഒരു വല്ലാത്തതുപോലെ നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് കുറെ കാലം അതാണ് വന്നില്ല. പ്രാർത്ഥനയൊക്കെ ഇപ്പോഴാണ് അങ്ങോട്ട് എത്തിയത്. എത്ര കാലമായിട്ട് കാത്തിരിക്കണം. നമ്മൾ ആഗ്രഹിച്ച സമയത്തൊന്നും ഇട്ട് വന്നൂല്ല. അതാണ് അല്ലേ? എന്തായാലും നമുക്ക് ഈ അതിഥിനെ ശരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യണം കേട്ടോ. അതിനുള്ള പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങളോട് ഞാൻ ഒന്നും പറയില്ല. നിങ്ങളൊക്കെ തെറ്റിക്കൂ. അല്ല, എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്തായാലും ഒരു നാളിപ്പോ ഇത് അറിയൂലോ. അറിയുമ്പോ അറിഞ്ഞോട്ടെ. നിങ്ങളായിട്ട് പോയി പറയൊന്നും വേണ്ട ആരോടും. ഞാൻ പറയണൊന്നുമില്ല. പിന്നെ ഇപ്പൊ സന്തോഷം ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുമ്പോ ഒരു ഇതാണ്. എന്റെ വാപ്പാക്കും ഉമ്മാക്കും ആ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് കാണിച്ചില്ല. ഇവിടെ കോഴിയച്ച് കൊണ്ടുവന്നിട്ടുള്ള അപ്പോഴത്തേക്കും വീഡിയോ വന്നു. അങ്ങനെ പോരാ. എന്തേ എന്താണ്? അതെ, അച്ഛമ്മ ഇവിടെ ഒരു വിശേഷം പറഞ്ഞു. അച്ഛമ്മ പറഞ്ഞ ഇവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന്? അച്ഛമ്മേ? അച്ഛമ്മ തന്നെ പറഞ്ഞടാ? അച്ഛമ്മല്ല, അച്ഛൻ പറഞ്ഞടാ ഇവിടെ വിശേഷം ഉണ്ടെന്ന്. മമ്മി എന്നുവെച്ചാ അമ്മി. അമ്മ പറഞ്ഞു അല്ലേ ഇവിടെ വിശേഷം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞ? അമ്മയും പറഞ്ഞിട്ടില്ല, എന്റെ അച്ഛനും പറഞ്ഞിട്ടില്ല, അച്ഛമ്മയും പറഞ്ഞിട്ടില്ല. ഇത് അവിടെ എന്തോ കേട്ടിട്ട് ഇവിടെ വന്ന് വിളമ്പിയതാ അല്ലടാ? അടാ ചിരിക്കണ. ഇവിടെ ഒരു വിശേഷമില്ല. നീ പോയേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ട? ഉണ്ടാക്കണ്ടെങ്കി വിളിച്ചോ, തയ്യാറാണ്. ഇവിടെ ഒന്നും ഉണ്ടാക്കണില്ല. ഉണ്ടാക്കണ്ടെങ്കിൽ വിളിക്കച്ച് പോയിക്കോ. വിളിക്കണോട്ടാ. വിളിക്കണം, പോയിക്കോളാ. വിളിക്കണോട്ടാ. കുട്ടികളുടെയൊക്കെ ഒരു അത് നോക്കി എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക? അത് എനിക്കറിയൂല. മക്കളല്ലടി. ഒരു ഇത്തിരി എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണോണ്ട് എന്താണ് ഇപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പം?
ഓനോടൊന്നും ഈ ബിരിയാണി ഒന്നും വെക്കൂല, അല്ല സാമ്പാറും മുളിശ്ശേരിയൊക്കെയാണ്. ഇവിടെ മണം കേൾക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരു കൊതി ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കൂല. അതിന്റെ കമ്പി പൊട്ടോടാ. പിന്നെ പിന്നെ നിങ്ങൾ എന്തിനിപ്പോ ഈ സൈക്കിളിന്റെ മുകളിൽ കയറി കളിക്കണ? വേറെ എന്തൊക്കെ കളിയുണ്ട് നിങ്ങക്ക്? കമ്പി പൊട്ടൂല. ആ പിന്നെ ഞങ്ങൾക്കല്ല അറിയപ്പ അതിന്റെ കമ്പി പൊട്ടൂലാന്ന്. പാപ്ചി പൊട്ടിച്ച കമ്പിക്ക് എന്നെ പറയരുത്. അതാവുമ്പോ കളിക്കണ്ട, നിങ്ങളാവുമ്പോ മാറിക്ക് വേറെ എന്തെങ്കിലും കളിക്ക്. അതൊന്നും വേണ്ട. പാപ്പച്ചി നമ്മുടെ കബീർ മാമൻ എപ്പോഴാ വരിക? കബീർ മാമേ? ഏത് കബീർ മാമ? നമ്മുടെ ദുബായിലുള്ള കബീർ മാമ. ദുബായിലുള്ള കബീർ മാമേ? ഉമ്മച്ചിയുടെ അനിയൻ. എടയക്ക ഓൻ ജയിലാണ്, പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞത്. ആ പിന്നെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വാപ്ചി. എനിക്ക് കബീർ മാമ കളർ പെൻസിലും തോക്കും അവിടുത്തെ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആരാ പറഞ്ഞപ്പോ എന്നോട് കബീർ മാമ പറഞ്ഞത്? ഉമ്മച്ചി ഉമ്മച്ചി അതിനല്ലേ കോഴി ഇറച്ചിയൊക്കെ മേടിച്ചിട്ടിരിക്കണ്. അതിനപ്പോ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണത്? അതെ, വാപ്ചി ഒന്നും പറഞ്ഞില്ലേ? ആ പറഞ്ഞ് ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞേ. വേറെന്തേലും പറഞ്ഞ എന്നോട്? എന്നോടോ? എന്നോട് കബീർ മാമ പറഞ്ഞ എന്തേലുമൊക്കെ കൊണ്ടുവരാന്ന്, കളർ പെൻസില് തോക്ക് അതൊക്കെ പറഞ്ഞുള്ളൂ. വേറെ വിശേഷമൊന്നും പറഞ്ഞില്ല അല്ലെ? കബീർ മാമ വരുമെന്ന് പറഞ്ഞു, ഉച്ചക്കൊക്കെ കാണുമെന്ന് പറഞ്ഞു. പാപ്പച്ചി അറിഞ്ഞില്ലല്ലോ. പറഞ്ഞേക്കോ ഓർമ്മ കിട്ടണില്ല പെട്ടെന്ന്. അത് ശരി, അവനെ പറ്റിക്കാൻ വേണ്ടിട്ട് അവള് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ചിക്കൻ മേടിച്ചാന്നാ? ഓനക്ക് ചിക്കൻ മേടിച്ചത് അറിയാണ്ടാണ്. എന്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞോ? എനിക്കറിയില്ല, എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും. ഇവിടെ അമ്മ വല്ലാണ്ട് കളിക്കണ്ടായിരുന്നാലും കേട്ടാ, വേറെ എന്തെങ്കിലും പോയി കളിച്ചോളി. കറക്കണം.